ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSLC 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷകളൊക്കെ കഴിഞ്ഞു. IT തിയറി അതുപോലെ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇനി വരാൻ പോകുന്ന കുറേ വീഡിയോകൾ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ IT മോഡൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണത് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഗ്രൂപ്പ് 1-ൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഇത് ഇംഗ്ലീഷ് മീഡിയംകാർക്കും മലയാളംകാർക്കും ചെയ്യാൻ പറ്റുന്നത് ആണ്. ചോദ്യം ഇംഗ്ലീഷ് മീഡിയവുമുണ്ട്, മലയാളം മീഡിയവുമുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമുക്കിവിടെ ഇങ്ക്സ്കേപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു സ്ക്വയർ വരയ്ക്കണം, അതിന് കളർ കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു മഗ്ഗിൻ്റെ ഈ ഹാൻഡിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അതുപോലെ കോഫി എന്ന് ഇതിൻ്റെ പുറത്ത് ടെക്സ്റ്റ് ഇടുന്നത് എങ്ങനെയാണ്, അതുപോലെ എങ്ങനെയാണ് ഇത് ചെയ്തതിന് ശേഷം ഈ ഫയൽ നമ്മൾ സേവ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് IT മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ആദ്യമായി ഡിസൈനിൻ്റെ ലോകത്തേക്ക് എന്ന അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ചുവടെ തന്നിരിക്കുന്ന മാതൃകയിൽ ഒരു ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. സൂചനകൾ: ചതുരം വരച്ച് നിറം നൽകി ക്രമീകരിക്കുക, മാതൃകയിലേതുപോലെ പിടി നിർമ്മിക്കുക, കപ്പിൽ കോഫി എന്ന് ടൈപ്പ് ചെയ്യുക. ഈ ചിത്രം ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ ഫയൽ നാമമായി നൽകി PNG ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യുക. SVG ഫയൽ സേവ് ചെയ്യേണ്ടതില്ല. ആദ്യമായി നമുക്ക് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറക്കാം. അതിനായി ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന രീതിയിൽ ക്ലിക്ക് ചെയ്താൽ മതിയായിരിക്കും. ആദ്യമായി നമുക്ക് ഈ പേജ് ബോർഡർ ഒഴിവാക്കാം. അതിന് ഫയൽ മെനുവിൽ പോയി ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് എടുത്ത് ഷോ പേജ് ബോർഡർ എന്ന ചെക്ക് ബോക്സ് അൺചെക്ക് ചെയ്താൽ മതിയായിരിക്കും. എന്നിട്ട് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ആദ്യമായി ക്വസ്റ്റ്യനിൽ ഇതൊരു സ്ക്വയർ ആയിട്ടാണ് മഗ്ഗിൻ്റെ ബേസ് ഉള്ളത്. ഇതിനായി ക്രിയേറ്റ് റെക്റ്റാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ് ടൂൾ എടുക്കുക. കളറ് ഇതിൻ്റെ താഴെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ റെഡ് കളർ എടുത്ത് ഒരു റെക്റ്റാങ്കിൾ വരക്കുക. ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഈ ഒരു കോർണേഴ്സ് റൗണ്ടായിട്ടാണ്. അങ്ങനെ കോർണേഴ്സ് റൗണ്ട് ചെയ്യാൻ ഇവിടെ ചേഞ്ച് എന്ന ഒരു ഭാഗത്ത് ഈ RX എന്നുള്ള വാല്യൂ RY എന്നുള്ള വാല്യൂ കൂട്ടിക്കൊടുത്താൽ മതിയായിരിക്കും. രണ്ടും കൂട്ടിക്കൊടുക്കാം. 5 വരെ വയ്ക്കാം. ഓക്കെ, കോർണേഴ്സ് ഇത്ര റൗണ്ടായാൽ മതിയായിരിക്കും. തൽക്കാലം നമുക്ക് കളർ മാറ്റേണ്ടതില്ല. വേറെ ഒരു സ്ക്വയർ കൂടി വരയ്ക്കുന്നതിനായി കളർ മാറ്റിക്കൊണ്ട് വേറെ ഒരു സ്ക്വയർ വരയ്ക്കുക. സ്ക്വയറിൻ്റെ വലിപ്പം നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. ഇനി നമുക്ക് 2 സെലക്ട് ചെയ്യാൻ മൗസ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. പാത്ത് ഡിഫറൻസ് എന്ന രീതിയിൽ ക്ലിക്ക് ചെയ്താൽ ആ മേൽഭാഗം ഒഴിവായി കിട്ടും. ഇതിൻ്റെ കളർ ബ്രൗൺ അല്ല, റെഡാണ്. ഓക്കെ, കപ്പിൻ്റെ ബേസ് റെഡിയായി. ഇനി കപ്പിൻ്റെ ഹാൻഡിൽ ഉണ്ടാക്കാം. അതിനായി ക്രിയേറ്റ് സർക്കിൾസ്, എലിപ്സസ് ആൻഡ് ആർക്സ് എന്ന ടൂൾ എടുത്ത് ഓപ്പൺ സ്പേസിൽ ഒരു സർക്കിൾ ദീർഘവൃത്തം വരയ്ക്കുന്നു. ജസ്റ്റ് ഒന്ന് കളർ മാറ്റി
വേറൊരു വൃത്തം അതിൻ്റെ മേലെ വരയ്ക്കും. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ 2 വൃത്തങ്ങൾ സെലക്ട് ചെയ്ത് പാത്ത് ഡിഫറൻസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പിടി റെഡിയായി കിട്ടും. ഇതിനെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കപ്പിൻ്റെ മേലെ ചേർത്ത് വയ്ക്കുക. ഇനി ഇതിനെ ഒബ്ജക്റ്റ് ലോവർ എന്ന രീതിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കപ്പ് റെഡിയായി. ഇനി കപ്പിൻ്റെ മേലെ കോഫി എന്ന് എഴുതണം. അതിനായി ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ് എന്ന ടൂൾ എടുത്ത് കപ്പിൻ്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കോഫി എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ സ്പേസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്ട്സ് ടൂൾ എടുത്ത് അതിനെ സെലക്ട് ചെയ്ത് അതിനെ ഷിഫ്റ്റ് കീ അമർത്തിക്കൊണ്ട് തന്നെ വലുതാക്കാം. ഷിഫ്റ്റ് കീ അമർത്തണമെന്ന് നിർബന്ധമില്ല, എന്നാലും ചെയ്യാം. കോഫി എന്ന ടെക്സ്റ്റ് കപ്പിനുള്ളിൽ വന്നതായി നമുക്ക് കാണാം. ഇനി അതിൻ്റെ കളർ മാറ്റാനായി കോഫി എന്ന ടെക്സ്റ്റ് പ്രത്യേകമായി സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കപ്പ് റെഡിയായി. ഇനി ഇതിനെ എക്സ്പോർട്ട് ചെയ്യുന്നതിനായി ഫയൽ മെനുവിൽ പോയി എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ എല്ലാ ഒബ്ജക്ട്സും ഒന്ന് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് ഗ്രൂപ്പ് എന്ന രീതിയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫയൽ മെനുവിൽ പോയി എക്സ്പോർട്ട് PNG ഇമേജ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ചിത്രം ഹോമിലെ എക്സാം10 ഫോൾഡറിൽ നിങ്ങൾ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി PNG ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാനാണ്. ഇതിനായി ഇവിടെ ഫയൽ നെയിം എന്ന് കൊടുത്തിട്ടുള്ള സ്ഥലത്ത് എക്സ്പോർട്ട് ആസ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് എക്സാം10 ഫോൾഡർ എടുത്ത് നമ്മുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുക. ശേഷം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ _1 എന്ന് കൊടുത്ത് സേവ് അമർത്തുക. എന്നിട്ട് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഹോമിൽ ഫയൽ എക്സ്പോർട്ടായെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫയൽ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ.